കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് തുടരുന്നു. രജിസ്ട്രാർ ഓഫീസിൽ പ്രവേശിച്ചതിൽ VCക്ക് റിപ്പോർട്ട് നൽകി സെക്യൂരിറ്റി ഓഫീസർ. രജിസ്ട്രാറെ തടയുക സാധ്യമല്ലായിരുന്നുവെന്ന് റിപ്പോർട്ട്. VC മോഹൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തിയാൽ തടയാൻ SFI. പരീക്ഷയിൽ മാർക്ക് ഏകീകരണത്തിന് പുതിയ രീതി നടപ്പാക്കുന്നതിൽ മന്ത്രിസഭയിലും സംശയമുയർന്നു. പുതിയ മാറ്റം ഈ വർഷം വേണോ എന്ന് മന്ത്രിമാർ സംശയം ഉന്നയിച്ചു. പുതിയ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. ആദ്യ 100 റാങ്കിൽ 21 വിദ്യാർത്ഥികൾ മാത്രം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ ഇന്ന് തുടങ്ങിയേക്കും. വയസ്സായാൽ നേതാക്കൾ വിരമിക്കണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പ്രായമായാൽ മറ്റുള്ളവർക്ക് വഴിയൊരുക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സന്ദേശമെന്ന് പ്രതിപക്ഷം. LDFിൽ നിന്ന് ഘടകകക്ഷികളെ മുന്നണിയിലെത്തിക്കാൻ UDF. താൽപര്യമുള്ള ഘടകകക്ഷികളുമായി ചർച്ച നടത്താൻ ലീഗും കോൺഗ്രസും അടങ്ങുന്ന സമിതിക്ക് നിർദ്ദേശം. കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് അടൂർ പ്രകാശ്. ചെങ്ങന്നൂർ ഭാസ്കരക്കാർണവർ കേസ് പ്രതി ഷെറിൻ ജയിലിൽ നിന്ന് പുറത്തേക്ക്. ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ ശുപാർശയ്ക്ക് ഗവർണറുടെ അനുമതി. ഷെറിനൊപ്പം മറ്റു 10 പേർക്കും ശിക്ഷാ ഇളവ്. തൃശൂർ പഴയന്നൂർ കുമ്പളക്കോട് ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. കുടുംബങ്ങൾ കഴിയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചുകെട്ടിയ ഷെഡുകളിൽ. ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. ഉന്നതിയിലുള്ളത് 14 കുടുംബങ്ങൾ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. ഒന്നാം ദിനം കളി അവസാനിപ്പിച്ചത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസിൽ. 99 റൺസുമായി ജോ റൂട്ടും 39 റൺസുമായി ബെൻ സ്റ്റോക്സ് ക്രീസിൽ.